Scope and lifetime of variables in a function. അപ്പോൾ ഫംഗ്ഷൻ്റെ അകത്ത് ഒരു വേരിയബിളിൻ്റെ സ്കോപ്പും ലൈഫ് ടൈം എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം അതിൽ ഫസ്റ്റ് തന്നെ ലൈഫ് ടൈം എന്താണെന്ന് നോക്കാം. ലൈഫ് ടൈം ഓഫ് എ വേരിയബിൾ ഡിഫൈൻസ് ദ ഡ്യൂറേഷൻ ഓഫ് വിച്ച് ദ കമ്പ്യൂട്ടർ അലോക്കേറ്റ് മെമ്മറി ഫോർ ഇറ്റ്. ദ ഡ്യൂറേഷൻ ബിറ്റ്വീൻ അലോക്കേഷൻ ആൻഡ് ഡിക്ലറേഷൻ ഓഫ് മെമ്മറി. ഒരു വേരിയബിളിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് അതിന് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പൈലർ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയം, ആ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് അത് ഡീ അലോക്കേറ്റ് ചെയ്യുന്നത് വരെയുള്ള സമയമാണ് അതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത്. പിന്നെ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ 3 ടൈപ്പ് ഓഫ് ലൈഫ് ടൈം ഒരു വേരിയബിളിനുണ്ടാവും. അതാണ് ഓട്ടോമാറ്റിക്, സ്റ്റാറ്റിക് ഓർ ഡൈനാമിക്. ഈ 3 ടൈപ്പ് ലൈഫ് ടൈംസ് ഒരു വേരിയബിളിന് ഉണ്ടാകാം. അടുത്തായിട്ട് നമുക്ക് സ്കോപ്പ് എന്താണെന്ന് നോക്കാം. Scope of any variable is actually a subset of lifetime. A variable may be in the memory but may not be accessible through. So, the area of our program where we can actually access our entity is the scope of that variable. അപ്പം സ്കോപ്പ് ഓഫ് എ വേരിയബിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി അതൊരു ലൈഫ് ടൈമിൻ്റെ ഒരു സബ്സെറ്റ് ആയിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സ്കോപ്പ് എന്ന് പറയുന്ന ഒരു സബ്സെറ്റ് ഓഫ് എ ലൈഫ് ടൈമാണ്. അപ്പോൾ ഇനി സ്കോപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ വേരിയബിളിനെ നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിങ്ങിൻ്റെ എല്ലാ സ്ഥലത്തു നിന്നും ആക്സസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം ഒരു വേരിയബിളിനെ എവിടെയെല്ലാം ആക്സസിബിൾ ആണോ ആ ഒരു പെർട്ടിക്കുലർ റീജിയന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ആക്സസിബിൾ ആയിട്ടുള്ള ഏരിയയ്ക്ക് പറയുന്ന പേരാണ് സ്കോപ്പ് ഓഫ് ദ വേരിയബിളിന്. Scope of any variable can broadly categorized into 3. അപ്പം ഈ വേരിയബിളിൻ്റെ സ്കോപ്പിനെ നമുക്ക് 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഫസ്റ്റത്തെ ഗ്ലോബൽ സ്കോപ്പ്, പിന്നെ ലോക്കൽ സ്കോപ്പ്, പിന്നെ ഫങ്ഷൻ സ്കോപ്പ്. അപ്പം ഗ്ലോബൽ സ്കോപ്പ് എന്താണെന്ന് നോക്കാം. When variable is defined outside all the function, it is then available to all the functions of the program and all the blocks of program. അപ്പം ഗ്ലോബൽ സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേരിയബിളിനെ നമ്മൾ എല്ലാ ഫംഗ്ഷൻ്റെയും പുറത്താണ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ, ഒരു ഫംഗ്ഷൻ്റെ അകത്തല്ലാതെ, മെയിൻ ഫംഗ്ഷൻ്റെ അല്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഏതൊരു ഫംഗ്ഷൻ്റെയോ അകത്തല്ലാതെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഗ്ലോബൽ സ്കോപ്പ് വേരിയബിൾസ് എന്ന് പറയാം. അപ്പോൾ ആ വേരിയബിൾസിനെ ആ പ്രോഗ്രാമിൻ്റെ ഏത് ഫംഗ്ഷനിലോ വേണമെങ്കിലും നമുക്കതിനെ ആക്സസ് ചെയ്യാം. ഇപ്പം ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്താൽ അതിൻ്റെ വാല്യൂസിനെ എനിക്ക് മെയിൻ ഫംഗ്ഷനിൽ നിന്ന് അതിൻ്റെ വാല്യൂവിനെ ആക്സസ് ചെയ്യാം. വേറൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്താൽ അതിൽ നിന്നും ആക്സസ് ചെയ്യാം. അങ്ങനെയുള്ള വേരിയബിളിൻ്റെ സ്കോപ്പിനെയാണ് ഗ്ലോബൽ സ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്കോപ്പാണ് ലോക്കൽ സ്കോപ്പ്. When variable is defined inside a function or a block, then it is locally accessible within the block and hence it is a local variable. അപ്പം നമ്മൾ ഒരു വേരിയബിളിനെ ഒരു ഫംഗ്ഷൻ്റെ അകത്തോ അല്ലെങ്കിൽ ഒരു ബ്ലോക്കിൻ്റെ അകത്തോ ആണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ വേരിയബിളിനെ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ, ആ വേരിയബിളിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ്റെയോ അല്ലെങ്കിൽ ആ ബ്ലോക്കിൻ്റെയോ അകത്ത് മാത്രമായിരിക്കും. പുറത്ത് വേറെ ഒരു ഫംഗ്ഷനിൽ അതിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇനി ബ്ലോക്കിൻ്റെ ഉള്ളിലാണെങ്കിൽ ആ ബ്ലോക്കിന് പുറത്ത് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതിനാണ് ലോക്കൽ സ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് ഫംഗ്ഷൻ സ്കോപ്പ്. When variable is passed as formal argument, it is said to have function scope. അപ്പോൾ നമ്മൾ ഫങ്ഷൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കതിലേക്ക് വേരിയബിൾ പാസ് ചെയ്യാൻ പറ്റും. ഫോർമൽ ആർഗ്യുമെൻ്റായിട്ട് വേരിയബിൾസിനെ പാസ് ചെയ്യും. അങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വേരിയബിളിനെ നമുക്ക് ആ ഫംഗ്ഷൻ്റെ അകത്തു നിന്നും ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം ആ വേരിയബിളിന് ഫംഗ്ഷൻ്റെ അകത്തും സ്കോപ്പുണ്ട്. അപ്പോൾ 3 സ്കോപ്പുകൾ ഇതൊക്കെയാണ്. ഗ്ലോബൽ സ്കോപ്പ് എല്ലാ ഫംഗ്ഷൻ്റെയും പുറമെ ഡിക്ലെയർ ചെയ്യുന്നതാണ് ഗ്ലോബൽ സ്കോപ്പ്. പിന്നെ ലോക്കൽ സ്കോപ്പ്, അത് ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ അകത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്ലോക്കിനകത്തോ ഡിഫൈൻ ചെയ്യുന്നതാണ് ലോക്കൽ സ്കോപ്പ്. പിന്നെ അടുത്താണ് ഫംഗ്ഷൻ സ്കോപ്പ്. ഫംഗ്ഷൻ സ്കോപ്പ് ഏതെങ്കിലും ഒരു വേരിയബിളിനെ നമ്മൾ ഫംഗ്ഷനിലേക്ക് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഫംഗ്ഷൻ്റെ അകത്ത് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഫംഗ്ഷൻ സ്കോപ്പ് ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് സിയിലെ ഫംഗ്ഷൻ്റെ അകത്ത് വരുന്ന വേരിയബിൾസിൻ്റെ ഓരോ സ്കോപ്പായിട്ട് നോക്കാം. All variable declaration within a block of a code are automatic by default.
ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ലോക്കൽ വേരിയബിൾസ് ആണ്. അപ്പം ഒരു വേരിയബിളിൻ്റെ അകത്ത് വേരിയബിളിനെ ഏതെങ്കിലും ഒരു ബ്ലോക്കിൻ്റെ അകത്ത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡീഫോൾട്ടായിട്ട് ഓട്ടോമാറ്റിക് വേരിയബിൾ ആയിരിക്കും. ഓട്ടോമാറ്റിക് വേരിയബിൾസ് ആർ ഓൾവേസ് ഡിക്ലെയർഡ് വിത്തിൻ എ ഫംഗ്ഷൻ and are local to the function in which they are declared. That is, their scope is confined to that function. അപ്പം ഓട്ടോമാറ്റിക് വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ അകത്തായിരിക്കും ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമേ അതിന് സ്കോപ്പ് ഉണ്ടാവുള്ളൂ. ലോക്കൽ വേരിയബിൾ എന്താണെന്ന് നമ്മൾ നേരത്തെ നോക്കിയാണ്, സെയിം ഫംഗ്ഷനാണ് ഇവിടെ. ഇനി automatic variable can be assigned initial values by including appropriate expression within the variable declaration or by explicit assignment expression elsewhere in the function. Such values are assigned each time the function is re-entered. If an automatic variable is not initialized in some manner, its initial value will be unpredictable. An automatic variable does not retain its value once control is transferred out of its definition function. Therefore, any values assigned to an automatic variable within the function will be lost once it existed. അപ്പം ഒരു വേരിയബിളിൻ്റെ അകത്ത് ഡിക്ലെയർ ചെയ്യുന്നതാണ് ഓട്ടോമാറ്റിക് വേരിയബിൾസ് എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആ വേരിയബിൾസിന് വാല്യൂസിനെ ഒരിക്കലും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. ആ അതിൻ്റെ വാല്യൂ നമ്മളെപ്പോൾ ആ ഫംഗ്ഷനിൽ നിന്ന് എക്സിറ്റ് ആവുന്നോ അല്ലെങ്കിൽ ആ ബ്ലോക്കിൽ നിന്ന് എക്സിറ്റ് ആവുന്നോ അപ്പോൾ തന്നെ അതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അതിന് നമ്മൾ കൊടുക്കുന്ന വാല്യൂ അത് ഡിലീറ്റ് ആവും. അപ്പം ഈ ഓട്ടോമാറ്റിക് വേരിയബിൾസിനെ നമ്മൾ എവിടെയാണോ ഡിക്ലെയർ ചെയ്യുന്നത് അവിടെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതിന് നമുക്ക് ഒന്നെങ്കിൽ എക്സ്പ്ലിസിറ്റായിട്ട് അസൈൻ ചെയ്യാം, ഇനീഷ്യലൈസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പ്രോഗ്രാമിങ്ങിൻ്റെ എവിടെ വെച്ച് വേണമെങ്കിലും അതിനെ ഇംപ്ലിസിറ്റായിട്ടും ഇനീഷ്യലൈസ് ചെയ്യാം. ഇനി അടുത്തത് വരുന്നത് എക്സ്റ്റേണൽ വേരിയബിൾസ്. എക്സ്റ്റേണൽ വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്ലോബൽ വേരിയബിൾസിന് ഈക്വലാണ്. എക്സ്റ്റേണൽ വേരിയബിൾസ് ആർ നോട്ട് confined to a single function. Their scope extends from the point of definition through the remainder of the program. Since the external variables are recognized globally, they can be accessed from any functions that falls within their scope. External variables can be used within one function and this value can be used within another function. അപ്പോൾ എക്സ്റ്റേണൽ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്ലോബൽ വേരിയബിൾ തന്നെയാണ്. ആ ഗ്ലോബൽ വേരിയബിളിനെ ഏത് ഫംഗ്ഷനിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാം. അതിന് നമ്മൾ ഗ്ലോബലായിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഏത് ഫംഗ്ഷനിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ ഞാനൊരു ഫംഗ്ഷനിൽ അതിൻ്റെ വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ സെയിം വാല്യൂസ് തന്നെ അടുത്ത ഫംഗ്ഷനിലും ഉപയോഗിക്കാൻ പറ്റും. ഇനി വേറെ ഒരു വേരിയബിൾ ആണ് വരുന്നത് സ്റ്റാറ്റിക് വേരിയബിൾ. എ വേരിയബിൾ ഈസ് ഡിക്ലെയർഡ് ടു ബി സ്റ്റാറ്റിക് ബൈ പ്രിഫിക്സിങ് ഇറ്റ് ഡിക്ലറേഷൻ വിത്ത് ദ കീവേഡ് സ്റ്റാറ്റിക് ആസ് ഇൻ. അപ്പം സ്റ്റാറ്റിക് എന്ന് പറയുന്ന വേരിയബിളിന് നമുക്ക് ഈ സ്റ്റാറ്റിക് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. അതിൽ എപ്പോഴും ഒരു സെയിം വാല്യൂ തന്നെയായിരിക്കും, ഒരിക്കലും മാറാത്ത സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുക. അതിൻ്റെ സിൻടാക്സ് വരുന്നത് ഇൻറ്റ് സ്റ്റാറ്റിക് എന്നുള്ള കീവേഡ് കൊടുക്കുക വേരിയബിൾ നെയിം, അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ സ്റ്റാറ്റിക് എന്ന കീവേഡ് കൊടുത്ത് പിന്നെ ഡാറ്റ ടൈപ്പ് പറയുന്നു വേരിയബിൾ നെയിം കൊടുക്കാം. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു സാമ്പിൾ പ്രോഗ്രാം ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഗ്ലോബലും ലോക്കലുമായിട്ടുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതെന്നും അതിൻ്റെ സ്കോപ്പുകൾ എവിടെയൊക്കെയാണെന്നും അതിനെവിടെയെല്ലാം യൂസ് ചെയ്യാമെന്നും ഒക്കെ നോക്കാം. അപ്പം ഇവിടെ ഇൻറ്റ് ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. അതിനെ നമ്മൾ 100 വെച്ച് ഇനീഷ്യലൈസ് ചെയ്യുന്നു. ഈ മെയിൻ ഫംഗ്ഷൻ്റെയും പിന്നെ ഈ FUNC1 എന്ന് പറയുന്ന നമ്മൾ യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ്റെയും പുറമെയാണ് നമ്മൾ ഈ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് ഗ്ലോബൽ ആയിരിക്കും. ഇനി ഇത് തന്നെ ഈ ഗ്ലോബൽ ഡിക്ലറേഷന് തന്നെ വേറെ ഒരു ഫോം ഉണ്ട്, അത് നമുക്ക് നോക്കാം. അതിന് നമ്മൾ ഗ്ലോബൽ വേരിയബിളിൻ്റെ വേറെ ഒരു പേരായിരുന്നു എക്സ്റ്റേണൽ വേരിയബിൾ എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം എക്സ്റ്റേൺ ഇൻറ്റ് XY എന്ന് പറഞ്ഞ് നമുക്ക്
വേറെ ഒരു രീതിയിൽ ഗ്ലോബൽ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാം. എക്സ്റ്റേണൽ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക, പിന്നെ ഡാറ്റ ടൈപ്പ് കൊടുക്കുക, പിന്നെ വേരിയബിൾ നെയിംസ് ഏതെല്ലാമാണോ വേണ്ടത് അത് കൊടുക്കുക. ഇങ്ങനെയും ഡിക്ലെയർ ചെയ്യാം ഗ്ലോബലിനെ, അല്ലാതെ എല്ലാ ഫംഗ്ഷൻ്റെയും പുറമേയും ഡിക്ലെയർ ചെയ്യാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ലോക്കൽ വേരിയബിൾ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യാൻ നോക്കാം. നമ്മൾ പറഞ്ഞായിരുന്നു ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെയോ ബ്ലോക്കിൻ്റെയോ അകത്ത് കൊടുക്കുന്ന വേരിയബിൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ലോക്കൽ വേരിയബിൾ ആയിരിക്കുന്നു. അപ്പം ഇവിടെ ഈ ഇൻറ്റ് ലോക്കൽ ഈക്വൽ ടു 10 എന്ന് പറയുന്നത് നമ്മൾ മെയിൻ ഫംഗ്ഷൻ്റെ അകമ കൊടുത്തതുകൊണ്ട് അത് ഒരു ലോക്കൽ വേരിയബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന പോലെ തന്നെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ലോക്കൽ വേരിയബിൾ ആയിരിക്കും. ഇനി ലോക്കൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനുള്ള മറ്റൊരു രീതി നോക്കാം. അതിന് നമ്മൾ ഓട്ടോ എന്ന കീവേഡ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഓട്ടോമാറ്റിക് വേരിയബിൾ എന്ന് പറയുന്നതെല്ലാം ലോക്കൽ വേരിയബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഓട്ടോ ഇൻറ്റ് വേരിയബിൾ നെയിം കൊടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ സ്കോപ്പ് എവിടെയൊക്കെയാണ് നോക്കാം. അപ്പോൾ ഞാനിവിടെ printf എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് ഗ്ലോബലും ലോക്കലും അതിൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യാനായിട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ രണ്ടിടത്തും അത് പ്രിൻ്റ് ചെയ്യും. കാരണം നമ്മൾ ഗ്ലോബൽ എന്ന് പറയുന്ന വാല്യൂ ഈ പ്രോഗ്രാമിന് മൊത്തമായിട്ട് കൊടുത്തതുകൊണ്ട് അത് എല്ലായിടത്തും നിന്ന് ആക്സസ് ചെയ്യാം. പിന്നെ ലോക്കൽ ആ ഫംഗ്ഷൻ്റെ അകത്ത് കൊടുത്തതുകൊണ്ട് അതിനെ അവിടെ നിന്ന് ആക്സസ് ചെയ്യാം. ഇനി func1 എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ ഗ്ലോബലിനെ പ്രിൻ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. അപ്പം അത് കറക്റ്റായിട്ട് ആ ഗ്ലോബൽ വേരിയബിളിനെ പ്രിൻ്റ് ചെയ്യും. കാരണം അത് ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്തുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും അതിനെ യൂസ് ചെയ്യാം. ഇനി ആ സെയിം ഫംഗ്ഷനിൽ തന്നെ നമ്മൾ ലോക്കൽ വേരിയബിളിനെ പ്രിൻ്റ് ചെയ്യാൻ ഉള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. അപ്പോൾ printfൻ്റെ അകത്ത് ലോക്കലിൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മളത് func1 എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്ത് കൊടുത്തത് ലോക്കൽ ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ ലോക്കൽ എന്ന് പറയുന്ന വേരിയബിൾ നെയിം ഡിക്ലെയർ ചെയ്യാത്തതുകൊണ്ട് അത് ഒരു എറർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ഈ ലോക്കൽ എന്ന് പറയുന്ന വേരിയബിളിനെ നമ്മൾ മെയിൻ ഫംഗ്ഷൻ്റെ അകത്താണ് കൊടുത്തത്. മാത്രമല്ല അതൊരു ലോക്കൽ വേരിയബിളാണ്. അപ്പോൾ അതിൻ്റെ സ്കോപ്പ് ആ ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമേ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു ഗ്ലോബൽ ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുക, ഒരു ലോക്കൽ ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യാമെന്ന് നോക്കി അതിൻ്റെ സ്കോപ്പ് എവിടെയാണെന്നും എല്ലാം നോക്കി. താങ്ക് യു.